മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം. വീരന്റെ കയ്യിലെ അസ്ത്രം അങ്ങനെയാണ് യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പോൾ യൗവനത്തിൽ മക്കൾ ലഭിക്കുക എന്ന് പറയുന്നതും ഒരു വലിയ ഭാഗ്യമാണ്. മക്കളെ കാണുന്നതും അവരെ വളർത്തുന്നതും വലിയ മഹാഭാഗ്യമാണ്. കൊച്ചുമക്കളെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭാഗ്യമാണ്. കൊച്ചുമക്കളുടെ മക്കളെ കാണുന്നെങ്കിൽ അതിലും വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതൊക്കെ ദൈവം വളരെ കരുണ ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഈ അണുകുടുംബമായതുകൊണ്ട് മിക്ക വീട്ടിലും അധികം ആളില്ല. ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ ആള് ഉള്ളതും വരുന്നതും ഒന്നും താല്പര്യവും ഇല്ല. അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് അതിന് പല കാര്യമുണ്ട്. ഒന്ന്, കഷ്ടപ്പെടാൻ താല്പര്യമില്ല. അടുത്ത കാലത്ത് സ്ഥലമൊന്നും പറയുന്നില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോഴേ ഞാൻ ചോദിച്ചു, വൈകിട്ട് നിങ്ങൾ ഭക്ഷണം? ഞങ്ങള് ഇപ്പം അങ്ങനെ വലിയ കഴിപ്പൊന്നും ഇല്ല. അപ്പുറം ചേർന്നൊരു കടയുണ്ട്, 2 ഏത്തയ്ക്കാൻ മേടിക്കും, ഒന്ന് അവക്കും ഒന്ന് എനിക്ക്. എപ്പോഴും അങ്ങനെ. സാമ്പത്തിക ഭദ്രതയില്ലാത്തവരല്ല, പിള്ളേരെല്ലാം വെളിയിലാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിലത് ചിന്തിക്കും, ശരീരം ശ്രദ്ധിക്കാൻ വേണ്ടി എന്തുവാ ഡയറ്റ്? അതൊന്നുമല്ല. കല്യാണത്തിന് പോയി നല്ല പെരുക്കുന്ന കാണാം. അത് ക്രമീകരിക്കുന്നവരാന്ന് കല്യാണത്തിന് പോയി ക്രമീകരിക്കണ്ടേ. അപ്പം അങ്ങനല്ല, കഷ്ടപ്പെടാൻ താല്പര്യമില്ല. അതുകൊണ്ട് എല്ലാം ഈ അണുകുടുംബങ്ങളാണ് കൂടുതലും. എന്നാൽ ഒരു നല്ല കുടുംബത്തിന്റെ വിശേഷത അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും അവകാശമായി കൊടുത്ത കുഞ്ഞുങ്ങളും, പുറകോട്ടിറങ്ങിയാൽ വല്യപ്പനും വല്യമ്മയും, അവർക്ക് അപ്പനോ അമ്മയോ ഉണ്ട്, അവർ അതെല്ലാം കൊണ്ട് ചേർന്നൊരു കുടുംബം നല്ല കുടുംബമാണ്. ഇത് എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളാനൊക്കത്തില്ല. ആരും ഉൾക്കൊള്ളുകയെന്ന് എങ്ങനെയും ഇതെല്ലാം ഒന്ന് മാറി കിട്ടിയാൽ മതി എന്ന് വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പലയിടങ്ങളിൽ പോകുന്നത് കൊണ്ടറിയാം, പാസ്റ്റർ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവഹിതത്തിനായിട്ട്. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ കിടപ്പിലാന്നല്ലേ? അപ്പച്ചൻ കടയിൽ പോയിരിക്കുക, ഇപ്പം വരും, പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. എന്നാലും പ്രാർത്ഥനയുടെ ഡയലോഗാണ്. ദൈവഹിതത്തിന് അധികം കഷ്ടപ്പെടാതെ. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ യോസേപ്പിന്റെ മകനാകുന്ന മനശ്ശയുടെ മകനായ മാഗീരിന്റെ മക്കളും യോസഫിന്റെ മടിയിൽ വളർന്നു. അങ്ങനെ ആ വാക്യം കണ്ടെങ്കിൽ ഒന്ന് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. യോസേപ്പിന്റെ മകനാകുന്ന മനശ്ശയുടെ മകനാകുന്ന മാഗീരിന്റെ മക്കളും യോസേപ്പിന്റെ മടിയിൽ വളർന്ന. മൈക്കിൽ കൂടെ വായിക്കുകയാണെങ്കിൽ നല്ലതാ, കാരണം നമുക്ക് കേൾക്കാം. യോസേപ്പ് 110 സംവത്സരം ജീവിച്ചിരുന്നു. ഈ ജോസഫ് അച്ചാനും അങ്ങനെ ജീവിച്ചിരിക്കട്ടെ, സ്തോത്രം. ഈ വീട്ടിലെ യോഗത്തിനാ വിളിച്ചെങ്കിലും ദൂത് അങ്ങോട്ടാ വരുന്നത്. അപ്പൊ യോസേപ്പ് 110 വയസ്സുള്ളവനായി. 110 ഇരിക്കട്ടെ. ഇനി മക്കളോ മരുമക്കളോ പറയരുത്, പാസ്റ്റർക്കെന്ന് പറഞ്ഞു വെച്ച് പോയാൽ മതി, ഞാൻ വല്യപ്പനെ കൊണ്ട് അങ്ങനെ ചിന്തിക്കണ്ട. ദൈവം ഒരു ദോഷവും വരുത്തുകയല്ല. അപ്പൊ യോസേപ്പ് 110 എബ്രഹീമിന്റെ 3-ാം തലമുറയെയും കണ്ടോ? എബ്രഹീമിന്റെ 3-ാം തലമുറയിലെ മക്കളെയും യോസേപ്പ്, അതൊക്കെ വലിയ ഭാഗ്യമാണ്. 1, 2, 3 തലമുറ കാണുന്നത്. അടുത്ത വാക്യം, യോസേപ്പിന്റെ മകനാണ് മനശ്ശെ. ആ മനശ്ശയുടെ മകനായ മാഖീരിന്റെ മക്കളും യോസേപ്പിന്റെ മടി വളർന്നു. അതൊക്കെ വലിയ ഭാഗ്യമാണ്.
അപ്പം കൊച്ചുമക്കളെ കാണുന്നതും കൊച്ചുമക്കളുടെ മക്കളെ കാണുന്നതും ഒക്കെ വലിയ ഭാഗ്യം. അവര് മടിയിൽ വളർന്നെന്നാണ്. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. നമുക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അത് വലിയ അനുഗ്രഹമാണ്. നമുക്ക് എന്ത് ലഭിച്ചാലും എന്ത് കിട്ടിയാലും അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദാവീദ് പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. സകലവും നിങ്കൽ നിന്നാണ്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നു എന്നേ ഉള്ളൂ. എടുത്ത വാക്യം വേറെയാണെങ്കിലും കുഞ്ഞിനോടും ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടത് ഉചിതമാണെന്നറിയാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിലും വന്നിട്ട് മതി. അപ്പോൾ അതിന്റെ ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ശമൂവേൽ വചനം പറയുന്നു. ആ ശമൂവേലിന്റെ വചനം കേൾക്കുവാൻ ആൾക്കാര് താല്പര്യത്തോടിരിക്കുന്നു. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിലും വന്നു എന്ന് പറഞ്ഞാൽ രണ്ട് അതിരുകളാ. ദാൻ മുതൽ ബേർഷേബ വരെ, അതാ ഇവിടെ അതിര എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിനകത്ത് മുഴുവനുള്ള ആൾക്കാരോടും ശമൂവേൽ വചനം പറഞ്ഞു. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ദൈവം നമുക്ക് തരുന്ന കുഞ്ഞുങ്ങൾ ദൈവവചനം പറയുന്നവരും ദൈവകൃപയിൽ വളരുന്നവരും ദൈവത്തെ ഭജിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരുമാകണം. ഒരിക്കലെ ഒരമ്മ യേശുവിന്റെ അടുക്ക് പറഞ്ഞു, ഗുരു എനിക്ക് 2 പിള്ളേരുണ്ട്. 2 പിള്ളേര്. അമ്മയുടെ ആഗ്രഹം ഒരുത്തൻ നിന്റെ ഇടത്തും ഒരുത്തൻ നിന്റെ വലത്തും. ഞാനോ നിങ്ങളോ ആരെന്ന് ചെന്ന് പറയും, ഗുരു എനിക്ക് 2 പിള്ളേരുണ്ട്, ഒന്നിന്റെ കല്യാണം എങ്ങനെയും നടക്കണം, മറ്റേതിന് അഡ്മിഷനും കിട്ടണം, അല്ലെ ഒന്ന് അമേരിക്കയിൽ പോകണം, അല്ലെ ഒന്നിന് വിസ കിട്ടണം. ഗുരു ഇതാണ് എന്റെ ആഗ്രഹം. തന്നെയല്ല ഗുരു പിന്നെ ഒരു ആഗ്രഹം ഉള്ളത്, പിള്ളേരുടെ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞ് എനിക്ക് ഒന്ന് കണ്ണടച്ച. എന്നാൽ ഈ അമ്മയുടെ ആഗ്രഹം നേരെ തിരിച്ച. അങ്ങനെയുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുക. അല്ല, ഒരുത്തൻ നിന്റെ ഇടത്ത് ഒരുത്തൻ നിന്റെ വലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 തലമുറകളുണ്ട്, രണ്ടും നിന്റെ സന്നിധിയെ കാണണം. കാരണം അവിടുത്തെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലത്തുഭാഗത്ത് എന്നും പ്രബോധങ്ങളുമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ദൈവം നമുക്ക് തരുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവകൃപ പ്രാപിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ അവന് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നോളും. അങ്ങനെയാണല്ലോ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് തിരുവായി മൊഴിഞ്ഞത് അറിവുള്ള വാക്യമായി. എന്നാലും ഒന്നുകൂടെ വായിച്ചു. 6:33 മത്തായി സുവിശേഷം 6:33. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കുമെന്ന. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും ദൈവത്തോട് ചേർന്നിരുന്നാൽ, ദൈവകൃപയിൽ ശക്തിപ്പെട്ടാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവപ്രമാണത്തെ വ്യഗ്രതയോടെ താല്പര്യത്തോടെ അനുഷ്ഠിച്ചാൽ, ആചരിച്ചാൽ, ദൈവഭയത്തിൽ ജീവിച്ചാൽ, അതോടുകൂടെ മുഴുവൻ വിഷയവും ദൈവം തരും. ഇതൊക്കെയും മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ എന്നതൊക്കെ അവിടെ പറഞ്ഞേക്കാം. അവിടെ പ്രധാനമായും 3 കാര്യമായി എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? അതാ ഞാൻ പറഞ്ഞത്, രാജ്യവും നീതി അന്വേഷിപ്പിന്, അതോടുകൂടി ഇതൊക്കെ തരുമെന്ന്. എന്നതൊക്കെയാന്നാ ചോദിച്ചേ? ഇരുപത്തഞ്ച് മുതൽ വായിച്ചോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും നിങ്ങൾ ഈ വെപ്രാളപ്പെട്ടിട്ടൊന്നും വലിയ കാര്യമില്ല. സ്തോത്രം. ആദ്യം എടുത്ത് വെപ്രാളപ്പെട്ട് പരവേശം പിടിച്ച് തെക്കോട്ടും വടക്കോട്ടും നക്കറാത്ത പടി കൂടെ ഓടിയിട്ടൊന്നും
ഒരു കാര്യവുമല്ല. ഇവിടുന്ന് ഓടി ഓതറ ചെന്ന് ആലുമുട്ടിന്നോടി കിഴക്കനോതറ ചെന്ന് അവിടുന്ന് ഓടി ഇളകുറ്റൂരി എന്ന് അവിടുന്ന് ഓടി കല്ലിശ്ശേരി പോയിട്ടൊന്നും വലിയ കാര്യം. സ്തോത്രം. നിങ്ങളെ എന്ത് തിന്നും എന്ത് കുടിക്കും ശരീരത്തിനായിട്ട് എന്ത് ഉടുക്കും അങ്ങനൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അടുത്തത് അയ്യോ ജീവനാണ് വലുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? അടുത്തത് ആകാശത്തിലെ പറവകളെ നോക്കുവേ. നിങ്ങളെ ആകാശത്തിലെ പറവകളെ നോക്കുവേ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ല. ശ്രദ്ധിക്കുക, ആകാശത്തിലെ പറവകളെക്കാൾ വിശേഷതയുള്ളവരാ തന്നെ സേവിക്കുന്ന, തന്നെ ആരാധിക്കുന്ന തന്റെ ജനം. സ്തോത്രം. ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. അവിടെ പ്രധാനമായിട്ട് 3 കാര്യമാണ്: ഉണ്മാനും ഉടുക്കാനും കുടിക്കാനും. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല. സ്തോത്രം. അത് തരാൻ ദൈവം വിശ്വസ്തനാണ്. നീ ചെയ്യേണ്ട കാര്യം ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഒന്ന്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഈ ആയുസ്സിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അവസരവും ഭാഗ്യമത കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക. അതിന് കാശ് മുടക്കൊന്നുമില്ല, പൈസയൊന്നും മുടക്കണ്ട, ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ഹൃദയം കർത്താവിന് കൊടുക്കുക. യേശുവേ, ഞാനൊരു പാപിയാ, എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. ഇത് കുഞ്ഞിന്റെ സമർപ്പണ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടാന്നേലും ഇങ്ങനെയും കൊണ്ട് ഊതിരിക്കട്ടെ. ഇതാന്നല്ലോ പ്രധാനപ്പെട്ടത്. സ്തോത്രം. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവം. യേശുക്രിസ്തു മാത്രമാണ് നിത്യദൈവം. യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. പ്രൈസ് ദി ലോർഡ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. അതൊക്കെ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നല്ലതാ. പക്ഷേ വ്യവസ്ഥ വച്ചിരിക്കുന്നത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ ഒരു സംഘടനയുടെ ആളല്ല. അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാണ്. ഏത് കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവിന്റെ വിശേഷത. മറ്റുള്ളവർക്ക് എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും എല്ലായിടത്തും ഒന്നും ചെല്ലാനും ഒക്കത്തില്ല. യേശുവിന്റെ അടുക്കൽ ആർക്ക് എപ്പോ വേണേലും വരാം. അതാ യേശുവിന്റെ വിശേഷത. മറ്റു സ്ഥലങ്ങളിൽ എല്ലാവർക്കും എപ്പോഴും ഏത് സമയത്തും ചെല്ലാനൊന്നും ഒക്കത്തില്ല. നമുക്ക് തിരുമേനി ഒന്ന് കാണണം, ദേവലോകത്ത് പോയി അപ്പോയിന്റ്മെന്റ് എടുക്കണം. എടുത്താൽ തന്നെ ശിങ്കിടികളെ എല്ലാം കണ്ട് പോപ്പിനെ ചെന്ന് പെട്ടെന്ന് കാണാൻ പറ്റുമോ? ചേലായി. ഇന്ത്യ വന്നാൽ നമുക്ക് കാണാനൊക്കെ അല്ല, പിന്നല്ലേ ദൂരെ വല്ലതും നിന്നാ. അപ്പൊ അതിന് നിയോഗിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. അത് ഓരോ മത നേതാക്കന്മാരെയും മത സംഘടനക്കാരെയൊക്കെ കാണാൻ അതിന് നിയമമുണ്ട്. മുഖ്യമന്ത്രിയെ നമുക്ക് പെട്ടെന്ന് ചെന്ന് കാണാൻ ഇപ്പം വരുന്നുണ്ട്, എല്ലാവരും കണ്ടോണ്ടിരിക്കുക. പക്ഷെ നമുക്ക് എന്നാ ഞാൻ കണ്ടേച്ച് വരട്ടെന്ന് പറഞ്ഞ ഇന്നലെ പേപ്പറിൽ കണ്ടതാ, പേപ്പറിലെ വാർത്തയാ. ഏതോ ഒരുത്തനെ കറുത്ത തുണി കൊടുത്തോണ്ട് അവിടെ വന്ന് അവനെ അന്നേരം അറസ്റ്റ് ചെയ്ത. അവൻ എന്തോ കാര്യത്തിന് കറുത്ത ഷർട്ടോ കറുത്ത തുണി ഇട്ടോണ്ട് സ്തോത്രം. പെട്ടെന്നൊന്നും ചെല്ലാനൊക്കത്തില്ല, കാണാനും ഒക്കത്തില്ല. നമ്മുടെ കുറേയേറെ നിവേദനമുണ്ട്. അങ്ങോട്ട് കൊണ്ട് കൊടുത്തേച്ച് പെട്ടെന്ന് വരെ എനിക്ക് യോഗത്തിന് പോകണം. ഒക്കുവോ? ഒരു മുഖ്യമന്ത്രിയുടെ അടുക്കലും ഒക്കത്തില്ല, പ്രധാനമന്ത്രിയുടെ അടുക്കലും അങ്ങനെ പെട്ടെന്ന് ചെല്ലാനൊക്കത്തില്ല. ഈ ലോകത്തിലുള്ള ആരുടെയും പ്രധാനപ്പെട്ട ആരുടെ ഇടയ്ക്ക് അങ്ങനെ ഒക്കത്തില്ല. പക്ഷെ യേശുവിന്റെ അടുക്കൽ ഏത് സമയത്തും വരാം, ആർക്കും വരാം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് യേശുവിന്റെ അടുക്ക വരാം. പിള്ളേരുമായിട്ട് വന്നപ്പം അവരെ ശാസിച്ചു. അന്നേരം യേശു പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും ചെയ്യരുത്, അവരെ തടയരുത്, ശിശുക്കളെ എൻ്റെ എടുക്കൽ. ശിശുക്കളെ യേശു ഇഷ്ടപ്പെടുക. സ്തോത്രം. നമ്മൾ കുറച്ചു നേരം പിള്ളേർ ശല്യം ഉണ്ടായി കഴിയുമ്പോൾ മനുഷ്യനെ
യേശു അങ്ങനെ പറയത്തില്ല. ശിശുക്കളെ എല്ലാം ചേർത്തണച്ച് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചെന്ന നമ്മുടെ കർത്താവിന്റെ വിശേഷത. ദൈവം നമുക്ക് തന്ന തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം നിനക്ക് തന്ന തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. നിന്റെ തലമുറയ്ക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയെ അധപ്പതിക്കാൻ അനുവദിക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് ക്ലേശങ്ങൾ വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്റെ തലമുറയെ ഉയർത്തും, തലമുറയെ അനുഗ്രഹിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് യേശുവിന്റെ അടുക്കൽ വരാം, യൗവനക്കാർക്കും വരാം. അങ്ങനെ ഒരു യൗവനക്കാരൻ അവന്റെ അടുക്ക വന്നു. അപ്പൊ യൗവനക്കാർക്കും ബാലകനും വരാം. സ്തോത്രം. ബാലകന് യേശുവിന്റെ അടുക്ക വരാം. സഹോദരിമാർക്ക് യേശുവിന്റെ അടുക്ക വരാം. തടയത്തൊന്നുമില്ല, ആരും തടയുകയല്ല. മറ്റു സ്ഥലങ്ങളിൽ എല്ലാവർക്കും എപ്പോഴും ഒന്നും ചെല്ലാൻ ഒക്കത്തില്ല. ഇവിടെ എപ്പോ വേണേലും വരാം. സ്തോത്രം. സ്ത്രീകൾ ആ വീട്ടിലുണ്ടെന്നും പറഞ്ഞ് യേശു ആ വീട്ടിൽ കയറാറ് അപ്പുറത്തെ വീട്ടിൽ പോയുമില്ല. ആ വീട്ടിൽ വീട്ടിൽ 2 പെണ്ണുങ്ങളുണ്ട്, ഞാൻ അവിടെ കയറുന്നില്ല, എന്നാ പിന്നെ ചുങ്കക്കാരന്റെ വീട്ടിലോട്ട് തന്നെ. ഇല്ലില്ല, യേശു കൂടെ വരുമ്പോ ആ ബെഥാനിയിലെ വീട്ടില്ല, അവിടെ മാറത്തെ മാറിയേ. സ്തോത്രം. അതാ യേശുവിന്റെ വിശേഷം. ചെല്ലു പറയുന്നുണ്ട്, ഞാൻ സ്ത്രീകളോട് സംസാരിക്കുകയല്ല. ഇവിടെ യേശു ഒരു സഹോദരിയായിട്ട് എത്ര മണിക്കൂർ സംസാരിച്ചു ഇല്ലേ? ഞങ്ങളുടെ പാസ്റ്റർ സ്ത്രീകളോട് പുള്ളിയെ സൂക്ഷിക്കണം. ഞങ്ങളുടെ അച്ഛൻ പെണ്ണുങ്ങളോട് അച്ഛനെ വളരെ സൂക്ഷിക്കണം. നമ്മുടെ മാതൃക യേശുവല്ലേ? യേശു ഒരു സ്ത്രീയുമായിട്ട് ശിഷ്യന്മാരെല്ലാം ഭക്ഷണം കൊള്ളാൻ പോയി, ആരുമില്ല. പക്ഷെ സംസാരം എങ്ങനെ ആരെന്ന് എഴുതിയിട്ടുണ്ട്. അതായിരിക്കണം. ചില അങ്ങനെ സംസാരിക്കാൻ അറിയാൻ മേലാത്തവര് മിണ്ടാതിരിക്കുന്നതാ. മണിക്കൂറുകൾ സംസാരിച്ചില്ലേ? സംസാരം തുടങ്ങിയപ്പോ അവർക്ക് മനസ്സിലായി ഈ ഒരു നല്ല മനുഷ്യനാന്ന് തോന്നുന്നു. യഹൂദൻ. അല്പം കഴിഞ്ഞപ്പം മനസ്സിലായി യഹൂദൻ മാത്രമല്ല, സ്തോത്രം, ഇവനെ ഒരു പ്രവാചകനാണല്ലോ. ഒടുവിൽ സംസാരത്തിന്റെ മൂർധന്യാവസ്ഥ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി മിശിഹായാണ്. സ്തോത്രം. ആദ്യം ഒരു മനുഷ്യൻ, നല്ലൊരു യഹൂദൻ, ഒരു പ്രവാചകൻ, ഒടുവിൽ മനസ്സിലായി മിശിഹ. സംസാരത്തിന്റെ മൂർധന്യാവസ്ഥ വന്നപ്പോൾ മനസ്സിലായി മിശിഹ. നമ്മൾ സംസാരിക്കാതെ ആദ്യം പറയും, അയ്യോ അമ്മാമ്മ മിശിഹായാന്ന് പറയും. 2 കൊല്ലം കഴിഞ്ഞ് അയാൾ മിശിഹായി വന്നുമല്ല, ഇടയ്ക്കൊക്കെ പ്രവചിക്കും, വല്ലപ്പോഴും ഒക്കെ ഒരിളക്കമൊക്കെ വരുന്നതാണ്. 4 കൊല്ലം കഴിയുമ്പോൾ അയാൾ മിശിഹായുമല്ല, പ്രവാചകനുമല്ല, അയാളൊരു സാധാരണക്കാരനാണെന്ന് പറയും. ഒടുവിൽ ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്ത് നമ്മൾ പറയും, അയാൾ പിശാച അമ്മാമ്മേ. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. പക്ഷെ യേശുവിനോട് സംസാരിക്കും തോറും സ്നേഹവും ആദരവും വർദ്ധിക്കും. അതാ യേശു. ആർക്കും യേശുവിന്റെ അടുക്ക വരാം. ബാലകന് വരാം, കൊച്ചു ശിശുവിന് വരാം, യൗവനക്കാരന് വരാം, യൗവനക്കാരത്തേക്ക് കേൾക്കാം, അപ്പന് വരാം, അമ്മയ്ക്ക് വരാം, പ്രായമുള്ളവർക്ക് വരാം, എല്ലാവർക്കും യേശുവിന്റെ അടുക്ക വരാം. നിന്റെ വിഷയങ്ങളെല്ലാം യേശുവിനോട് പറയണം. നമ്മൾ പാടുക എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എന്തോ നല്ലോർ സാഗി യേശു പാപ ദുഃഖം വഹിക്കും. അപ്പൊ യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, ദൈവം നമുക്ക് അവകാശമായി തരുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളെ സമർപ്പിക്കണം, ദൈവത്തിനായിട്ട് കൊടുക്കണം. ഞാൻ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താൻ എന്നിരുന്നാലും ചില ചിന്തകളെ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ഇവിടെ 4-ാം അധ്യായത്തിൽ ശമൂവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ കാണുന്നത് ശമൂവേലിന്റെ വചനം
എല്ലാ ഇസ്രയേലിലും വന്നിട്ട് ദൈവത്തിന് മഹത്വം. നമുക്കറിയാം ശമൂവേലിന്റെ ജനനവും അതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. ശമൂവേലിന്റെ അമ്മ പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ്. അത് അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങള് നന്നായി വരണമെങ്കിൽ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ നല്ലതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. സ്തോത്രം. നല്ലതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ആ ഹന്ന എന്ന് പറയുന്ന മാത്സല്യ മാതാവ് പെനിന്നായുടെ നിന്നയും ആക്ഷേപമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വകവെച്ചില്ല. അവൾ ദൈവാലയത്തിൽ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും പറയും, ഒരു വീട് നല്ല നിലയിൽ പോകണമെങ്കിൽ ആ വീട്ടിലെ സഹോദരി അല്ലെങ്കിൽ മാതാവ്, ആ വീട്ടിലെ സ്ത്രീ ദൈവകൃപയും ദൈവാശ്രയബോധവും ദൈവത്തെ ഭജിക്കുന്ന ഒരു മാന്യ സഹോദരിയാണെങ്കിൽ ആ വീട് രക്ഷപ്പെടും. രക്ഷപ്പെടുന്നതിന് ഒരു തർക്കവും ഇല്ല. നിങ്ങൾക്കും ചിലതൊക്കെ അറിയാം, എനിക്കും ചില സംഭവങ്ങൾ അറിയാം. ചിലർ സാക്ഷ്യമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ അപ്പച്ചൻ മദ്യപാനിയായിരുന്നു, വെറും മൊശട് സ്വഭാവമായിരുന്നു, അപ്പിടി ഇപ്പിടി. പക്ഷേ എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടത്. എത്രയോ നൂറുകണക്കിന് ആൾക്കാർ പറഞ്ഞ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഭർത്താവ് അല്ലെങ്കിൽ കുടുംബനാഥൻ അല്പം ശുണ്ടിയുള്ളയാളും തന്നിഷ്ടക്കാരനും അല്ലെ ആയിക്കോട്ടെ, പല നിലകളിൽ ജീവിക്കുന്ന, അങ്ങനെ പോണമെന്നല്ല. അങ്ങനെ ആയാൽ തന്നെ ആ വീട്ടിലെ അമ്മ, സഹോദരി, മാതാവ് ദൈവത്തെ ഭജിക്കുന്നവളും ദൈവത്തെ ആരാധിക്കുന്നവളും ദൈവഭയമുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളും ആ വീടും പ്രിയപ്പെട്ടവനും രക്ഷപ്പെടും. ഒരു തർക്കവും ഇല്ല. അപ്പൊ ഹന്ന ദൈവസന്നിധിക്ക് ചെന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ചു. അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. ഹന്ന പ്രാർത്ഥിക്കുമ്പം അവിടെ ഏലിയുണ്ട്. അതൊക്കെ എന്റെ ഭാഷ പറഞ്ഞാൽ കണ്ണും കടയൊന്നും കാണാൻ മേല. എന്നാലും ഹന്ന ചുണ്ടനക്കിയത് പുള്ളി കണ്ടു. കാണേണ്ടതൊന്നും പുള്ളി കാണുന്നില്ല. പുള്ളി ഹന്ന ചുണ്ടനക്കിയത് കണ്ടു. ഉടനെ പുള്ളി എന്ന് വെച്ച് പറഞ്ഞു, വീഞ്ഞിറങ്ങട്ടെന്ന് പറഞ്ഞു. വീഞ്ഞിറങ്ങട്ടെ. അവളെ ഉടക്കാനൊന്നും പോയില്ല. നിങ്ങൾ വല്ലവരും ആയിരുന്നെങ്കിൽ നല്ല ചേലായി. താൻ എപ്പോഴാടെ കൊണ്ട ഞാൻ വീഞ്ഞ് കുടിക്കുക, എൻ്റെ ആയുസിൽ വരെ വീഞ്ഞ് കൊടുത്ത് അറിയാത്ത കാര്യം താൻ പറഞ്ഞാൽ തൻ്റെ പറഞ്ഞത് എനിക്ക് മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല. സ്തോത്രം. അന്ന വളരെ വിനയമായിട്ട് പറഞ്ഞു, യജമാനെ ഞാൻ വീഞ്ഞും മദ്യവും ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ്. എന്റെ മനോവേദന ഞാൻ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. ഇന്ന് രാത്രിയിൽ മനോവേദനയോടെ വന്നിരിക്കുന്ന സഹോദരിമാരോട് പറയാ, നിന്റെ വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ വിഷയം ദൈവത്തോട് പറ. ദൈവസന്നിധിയിൽ പകര്. സൂക്ഷ്മം ദൈവം നിന്നെ വിടിവിക്കും. അപ്പൊ ഇവള് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഓടിച്ചങ്ങ് പോകാം. അങ്ങനെ ദൈവം തലമുറയെ കൊടുത്തു. ആ തലമുറയാണ് ശമൂവേല്. ശമൂവേലിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന്, ശമൂവേല് ദൈവകൃപയിൽ വളർന്ന് ഈ വചനമൊക്കെ പറയാൻ അല്ലെങ്കിൽ ദൈവകൃപയിൽ ശക്തിപ്പെടാൻ കാരണം ഒന്ന്, യഹോവയ്ക്കായി സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ശമൂവേല്. കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞപ്പം അപ്പന്റെ അമ്മയുടെയും മട്ട് മാറിയില്ല. ഞാനും നിങ്ങളുമൊക്കെ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ തനി സ്വരൂപം ഒരു തർക്കവുമില്ല. ഒരു ഗതിയും ഗത്യന്തരവും എരഗതിയും പരഗതിയും ഇല്ലാതിരുന്ന കാലത്ത് കയ്യടിയും പാട്ടും പ്രാർത്ഥനയും ആരാധനയും കൂട്ടായ്മയ്ക്കുള്ള വരവും ആ ഇരിപ്പും അല്ലേലിയായുടെ ശബ്ദമൊക്കെ ഇപ്പൊ ആ പരുവക്കേടെല്ലാം മാറിയപ്പോഴോ നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്താൽ മതി. എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുമൊന്നും വേണ്ട. ഒരു ജോഡി ഡ്രസ് ഉള്ളപ്പം ഒറ്റ മാസയോഗം മുടക്കുകയല്ല അല്ലേ? സത്യം പറ. അന്ന് ഒരു ജോഡിയേ ഉള്ളൂ. ഒരു നേരം കഴിക്കാനേ ഉള്ളൂ. അന്ന് കോട്ടയം മീറ്റിംഗ് മുടക്കുകയല്ല, ഉപവാസ പ്രാർത്ഥന മുടക്കുകയല്ല. ഇന്നോ തന്നെത്താൻ ശോധന ചെയ്യും. ഞാൻ എപ്പോഴും പറയും, ഈ ചിലരെ നമ്മൾ പറയോ പാവത്താന
പാവമല്ല. ഇപ്പം പരുവക്കേട് കൊണ്ട് ഇങ്ങനെ പമ്മി ഇരിക്കുന്നതാ. ഇവന്റെ 10 പുത്തനും ചുറ്റുപാടും വരുമ്പോ ഇവന്റെ തനിനിറം വെളിപ്പെടും. ഞാൻ 100 കേസ് തെളിവ് തരാം. ഇപ്പോഴത്തെ ആ നോട്ടോ ഇരിപ്പം കണ്ട നമ്മൾ അയ്യോ ഒരു പാവമാണ് തോന്നുന്നു. പാവല്ല, ഇവൻ വലിയ വിഷമാണ്. അതെ, ഇപ്പം പരുവക്കേടായതുകൊണ്ട് ഇങ്ങനെ പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. അവന്റെ മട്ടൊന്ന് മാറട്ടെ. വണ്ടിയും ബൈക്കും എല്ലാവരുടെയും കാര്യമല്ല, വണ്ടിയും ബൈക്കും ചുറ്റുപാടും ഇല്ലാഞ്ഞപ്പോ ആ റോഡിൽ കൂടെയുള്ള പമ്മിയുള്ള പോക്ക് കാണാൻ നമ്മൾ പറയും ഒരു പാവത്താനാണ്. ഇവന്റെ അല്ലെങ്കിൽ ആ ബക്കറ്റിൽ ഒരു ബുള്ളറ്റ് കിട്ടട്ടെ. ഇവന് മുള്ളിപ്പാറ മലയിൽ നിന്ന് അമിട്ട് പൊട്ടി വരുമ്പോലെ സൈലൻസർ വരുമ്പോ മാറും. കാരണം ഇവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടെന്ന് നാട്ടുകാർ മുഴുവൻ അറിയണം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അപ്പൻ എടുക്കുമ്പോൾ ഒരൊറ്റപ്പെടും തനിതിറങ്ങണ്ട. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, എന്നാൽ അങ്ങനെയുള്ളവര് ഉണ്ട്, ധാരാളം ഉണ്ട്. അപ്പൊ നമ്മൾ ചിലരെ ഈ പ്രഥമ ദൃഷ്ടിക്കാൻ നമ്മൾ പറയും പാവമാന്നല്ല. ചില സഹോദരിമാരുടെ ഇരിപ്പം കണ്ണുനീരും നമ്മൾ പറയും അമ്മാമ്മ പാവം വരാം. പാവം എന്നല്ല, നല്ല വിഷമായത്. പിന്നെ ഇങ്ങനെ പരുവത്തി ഇരിക്കുന്നേ ഉള്ളു. ഇച്ചിരി സ്ഥിതിയൊക്കെ ഒന്ന് മാറട്ടെ, അന്നേരം തനിനിറം വെളിപ്പെടും. എന്നാൽ ഹന്നയ്ക്കും ഭർത്താവിനുമുള്ള വിശേഷത, ദൈവസന്നിധി വന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഹൃദയത്തിന്റെ വേദന കണ്ട് ഇവർക്കൊരു തലമുറയെ കൊടുത്തു. ആ തലമുറയെ കിട്ടി. പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയപ്പോൾ സ്വഭാവത്തിന് മാറ്റം വന്നില്ല, ഒന്നുകൂടെ ദൈവത്തോട് അടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം തലമുറയെ തരും. തലമുറയുടെ ഭാവി ഓർത്ത് ഞരങ്ങുക, ദൈവം അത് നന്നാക്കി തരും. നിന്റെ രോഗവിഷയത്തിന് നീ പ്രാർത്ഥിക്കുക, ദൈവം സൗഖ്യം തരും. നിന്റെ കടഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം നീക്കുപോക്ക് നൽകും. നിന്റെ പ്രശ്നത്തിന് പ്രാർത്ഥിക്കുക, ദൈവം പരിഹാരം. അങ്ങനെ ദൈവിക നന്മകളും വിടുതലും കിട്ടുമ്പോൾ അവൻ കുറച്ചുകൂടെ ദൈവത്തോട് അടുത്തിരുന്നോണം. അഹങ്കരിക്കരുത്. പൗലോസ് പറഞ്ഞൊരു പദമെടുത്ത് കടം പറയാൻ, ഞെളിയാതെ ഭയപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്ട്. ദൈവം നന്മ തരുന്തോറും വിനയപ്പെട്ടോണം. ദൈവം അനുഗ്രഹങ്ങൾ തരുന്തോറും എളിമപ്പെട്ടോണം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്തോറും വിനയപ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹന്നയുടെ പ്രത്യേകത, തലമുറയെ കിട്ടിക്കഴിഞ്ഞപ്പം മട്ടുമാറിയില്ല. ആ തലമുറയുമായിട്ട് ദൈവസന്നിധി വന്നു, ആലയത്തിൽ വന്നു. വായിച്ചേ, അതിന്റെ 17ാമത്തെ വാക്യം വായിച്ചേ, 1:17. സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം മറുപടി കൊടുക്കട്ടെ ഏലി പറഞ്ഞ് ഈ ഹന്നയെ പറഞ്ഞയച്ചു. അപ്പോൾ ഹന്ന ഈ മറുപടി ലഭിക്കുവാനായിട്ട് ദൈവം തലമുറയെ കൊടുത്തു. തലമുറയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറിയില്ല. ഇനി അതിന്റെ 27ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഈ വാലിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം മറുപടി കൊടുത്തു. തലമുറയെ കൊടുത്തപ്പോൾ ആ തലമുറയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുക, നമുക്ക് ദൈവം തരുന്നതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അത് തലമുറയാന്നേലും ഭവനമാന്നേലും വാഹനമാന്നേലും ആരോഗ്യമാന്നേലും ആയുഷ ദൈവം തന്നതെല്ലാം ദൈവസന്നിധിക്ക് സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ബാലനായിട്ടാ പ്രാർത്ഥിച്ചത്, അതിനെ ദൈവം തന്നതേണ്ടേ ദൈവസന്നിധി. അപ്പോൾ ദൈവം അവകാശമായി തന്ന കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അത് അത്യാവശ്യമാണ്. സ്തോത്രം. ദൈവത്തിനായിട്ട് കൊടുക്കണം, ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിക്കണം. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം ഓടിച്ചങ്ങ് നിർത്താം. 1, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. 2, അതിന്റെ 2-ാം അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം വായിച്ചാട്ടെ. തന്റെ വീട്ടിലേക്ക് പോയി ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. അപ്പോൾ ശമൂവേലിന്റെ 2ാമത്തെ പ്രത്യേകത, ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവാലയത്തോട് ചേർന്ന് ഇരിക്കുന്ന പൈതല്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസഭയോടും ദൈവിക വിഷയത്തോടും പറ്റുമാനമുള്ളവരായി വളർത്തണം.
കുഞ്ഞുങ്ങളെ അത് ശീലിപ്പിക്കണം. വേണ്ടേ? അത് ശീലിപ്പിക്കണം. ദൈവസഭയിൽ ആക്റ്റീവ് ആയിരിക്കണം പിള്ളേര്. സ്തോത്രം. ആരാധന മുടക്കിക്കരുത്. സ്തോത്രം. സൺഡേ സ്കൂൾ മുടക്കിക്കരുത്. മാതാപിതാക്കൾ ഇച്ചിരി റിസ്ക് എടുക്കണം. വെളുപ്പിന് കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയെങ്കിലും വെളുപ്പിനെ എഴുന്നേക്കണം. വീട്ടുകാരും എല്ലാം ക്രമീകരിച്ച് കുഞ്ഞുങ്ങളെ ഒരുക്കി സൺഡേ സ്കൂൾ കൊണ്ടുവരണം. അവരെ ദൈവവചനം പഠിപ്പിക്കണം. ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ പറയാനുണ്ട്, എത്രത്തോളം എല്ലാവരും അംഗീകരിക്കുന്നെന്ന് അറിയത്തില്ല. ചില പിള്ളേര് എന്നും പറയുന്ന വാക്യം യേശു കണ്ണീർ വാർത്തു, അല്ലെ യഹോവ എൻ്റെ ഇടയനാന്ന് എനിക്ക്. ചില പിള്ളേരെ അങ്ങനല്ല. ഓരോ ആഴ്ചയിലും ഓരോ വാക്യം പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ വാക്യം പഠിപ്പിക്കണം. അതിന് ഞാൻ മെത്തേഡ് പറയാറുണ്ട്. എങ്ങനെ ഭാഷ നേരമില്ല പറയാം. അമ്മമാർക്ക് കഴിയും. കുറഞ്ഞ പക്ഷം പിള്ളേര് 2 നേരം ഭക്ഷണം കഴിക്കുകയല്ലേ? 2 3 ഇതെല്ലാം കാറ്റ് കൊണ്ട് വളരുകയായിരിക്കും. 2 നേരമാണോ 3 നേരമാണോ? 3 അല്ല. എനിക്ക് ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പിന്നെ ഞാനൊരു മര്യാദയ്ക്ക് 3 അങ്ങ് പറഞ്ഞതേ ഉള്ളൊരു മര്യാദ വേണ്ടായോ. 3 നേരം ആയിക്കോട്ടെ. പിള്ളേര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ ഉച്ചയ്ക്കല്ല. സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കത്തില്ല. രാവിലെ വൈകിട്ട് എടുത്തു. സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കത്തില്ല. രാവിലെ അവർക്ക് ഏത്തക്കായോ പുട്ടോ ചപ്പാത്തിയോ ഉപ്പുമാവോ വീട്ടിലുള്ളത് കൊടുക്കുമ്പം ആ ഭക്ഷണം കൊണ്ടുവിടുക്കും. അമ്മയും കൂടെ നിന്നേച്ച് പറയണം, എടാ പ്രാർത്ഥിച്ചേച്ച് കഴിക്കാൻ. അല്ല മുട്ട എടുത്ത് വിഴുങ്ങേച്ച് ഇങ്ങനെ ശ്വാസം വിടാതിരിക്കരുത്, വെള്ളം കിട്ടാൻ വേണ്ടി. അല്ല അങ്ങനെയുള്ളതുകൊണ്ട് ആദ്യം പറയണം പ്രാർത്ഥിച്ച്. ഇതൊക്കെ ശീലിപ്പിക്കണം. പ്രാർത്ഥിച്ച് കഴിക്കാൻ പറയണം. അപ്പം പ്രാർത്ഥിച്ച് കഴിക്കുമ്പം ഒരു വാക്യം പറഞ്ഞു കൊടുക്കണം. അമ്മ ഒരു വാക്യം പറഞ്ഞു കൊടുക്കണം. ആഴ്ച വാക്യം പഠിപ്പിക്കുന്ന മെത്തേഡ് തരിക. നിതീഷ് എന്ത് ചെയ്യേ? എന്ത് ചെയ്യാ? കാണാൻ ഇവിടെ വന്നിരിച്ചിരുന്ന നേരം കാണണം. നിതീഷിന്റെ വീട്ടിലെ യോഗം വന്നില്ല, എല്ലാവർക്കും കൂടെ ഒരു വാക്യം പറഞ്ഞു കൊടുക്കണം. അപ്പന്മാര് ചിലപ്പം എപ്പോഴും വീട്ടിൽ കണ്ടെന്ന് വരികയില്ല. പ്രാരാബ്ദവും ബന്ധപ്പാടും ജോലിയും തിരക്കും ഒക്കെ ആയിരിക്കും. അമ്മ മിക്കപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കണം ഇന്ന വാക്യം. വലിയ നീളമുള്ള വാക്യം വേണ്ട, പരുവത്തിനുള്ള വാക്യം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പൊ അത് രാവിലെ പറഞ്ഞു കൊടുത്ത് അതല്ലേ അവനെ പഠിപ്പിക്കണം, വായിപ്പിക്കണം. വൈകിട്ടും ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ ഈ വാക്യം ഒന്നുകൂടെ വായിപ്പിക്കണം. അപ്പൊ ഒരു ദിവസം എത്ര നേരമായി? 2 നേരമായി. ഒരാഴ്ചയാകുമ്പോഴോ 14 വേണ്ട. ഞായറാഴ്ച കൊടുക്കുന്നില്ലല്ലോ. അതോ ഞായറാഴ്ച പുട്ട് കൊടുത്താച്ചാന്ന് കൊണ്ടുവരുന്നത്? കഴിയുടെ ഒരു കുറ്റി കൊണ്ട് ഇന്ന് മിക്കവാറും 1:30 വരെ യോഗം കാണും. അപ്പോ ഏത്തക്കാ കൂടെ പൊളിച്ചിട്ടങ്ങ് നല്ല അടിച്ച് ചിള്ള പെരുക്കി വെച്ച് സഭായത്തിന് വരുന്ന ആൾക്കാരുണ്ട്. കുത്തിയിരുന്ന് ഉറങ്ങുക. അത് ഉപ്പുമാവ് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഉപ്പുമാവും കടലക്കറി എന്തിനാ? ഞങ്ങളുടെ ഒരു സഹോദരൻ പറഞ്ഞു, ആനമയക്കും ഗുസ്തിക്കുരുവാണ്. അവന്റെ ഭാഷ്യമാണ് ഗുസ്തിക്കുരു ആനമയക്ക്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഇരുന്ന മയങ്ങുക. അല്ല ഞായറാഴ്ച നല്ല എടുപ്പെടുത്ത് വെച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഉണ്ടോ പിന്നെ 6 ദിവസം കൂട്ടിക്കോ. അത് ആ സഹോദരി കറക്റ്റ് കണക്കാ പറഞ്ഞത്. 6 2 12 നേരം ഈ വാക്യം ഉരുവിട്ടേ കാണാതെ പഠിക്കും. ഇല്ലേ? അല്ലാത്തതെല്ലാം ഒറ്റ നേരം കൊണ്ട് പഠിക്കുന്നുണ്ടല്ലോ. ഇല്ലേ? വേറെ എന്തെല്ലാം ഒറ്റ നേരം വേണ്ടല്ലോ. ആവശ്യമില്ലാത്ത പഠിത്തമെല്ലാം പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണം. അതിന് വിശേഷമായിട്ട് അമ്മ മെനക്കെടണം. ഞാൻ ബാംഗ്ലൂരിലെ ഒരു ദൈവദാസന്റെ ഭവനവുമായിട്ട് വളരെ അടുപ്പമാണ്. കഴിഞ്ഞ ദിവസവും എന്നെ വിളിച്ചു പറഞ്ഞ ആ സഹോദരി കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കും. സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാ, വചനവും പഠിപ്പിക്കും. മിനിഞ്ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ മോള് 12 വയസ്സില്ല, വെളിപ്പാട് പുസ്തകം കാണാതെ പഠിക്കുക, ഇപ്പം 7 അധ്യായം വരെ പഠിച്ചെന്ന്. ഞാനോർത്ത് നിങ്ങൾ ഞെട്ടുവായിരിക്കുമെന്ന്. 5-8 വയസ്സുള്ള കൊച്ചു വെളിപ്പാട് പുസ്തകം 7 അധ്യായം കാണാതെ പഠിച്ചെന്ന് പറയുമ്പം
നിങ്ങൾ ഞെട്ടുവന്നാ ഞാൻ കരുതിയത്. നിങ്ങളിപ്പം 66 പുസ്തകം പഠിച്ചാലും ഞെട്ടുകയല്ല. പിന്നെ വെളിപ്പാട് പുസ്തകത്തിന്റെ 7 ഓരോരുത്തരുടെ പ്രകൃതിയാണ്. അതിന്റെ പിള്ളേരുടെ അമ്മ മെനക്കെടുക. സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ അങ്ങനെയൊക്കെ നന്നായിട്ട് ഒന്ന് മെനക്കെട്ടെ, പിന്നത്തേതിൽ ദുഃഖിക്കേണ്ടി വരികയല്ല, ഒരു പ്രയാസവും വരികയല്ല. കുഞ്ഞുങ്ങളുടെ അകത്ത് ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. ആട്ടെ, ഞാൻ ദീർഘമാക്കുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധി സമർപ്പിച്ച ശൗമേല്. 2, ദൈവത്തിനായി ആലയത്തിൽ ഏലിയുടെ കൂടെ നിൽക്കുന്ന ശൗമേല്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. ആലയത്തിൽ കാണണം പിള്ളേരെ എന്ന് പറഞ്ഞാൽ ദൈവാലയത്തോടും ദൈവസഭയോടും ബന്ധപ്പെട്ട് നിൽക്കണം കുഞ്ഞുങ്ങളെല്ലാം. പ്രാർത്ഥനയും ആരാധനയും കൂട്ടായ്മയും സഭയുടെ എല്ലാ കാര്യത്തിനും കുഞ്ഞുങ്ങളെ ആക്റ്റീവ് ആയിരിക്കണം. കുഞ്ഞുങ്ങളെ എങ്ങനെ ശീലിപ്പിക്കണം? സ്തോത്രം. അങ്ങനെ ശീലിപ്പിക്കണം. സഭയിലോട്ട് എല്ലാം പറഞ്ഞു. ഞായറാഴ്ച രാവിലെ അങ്ങോട്ട് ചെന്ന് പാസ്റ്റർ അവിടെ തന്നെ എല്ലാം ചെയ്യുന്നത്. അങ്ങോട്ട് ചെന്ന് കൈറ്റ് എടുക്കോ, കസേര ഇടുകയോ, തൂക്കോ, തുടയ്ക്കോ ഒക്കെ പറഞ്ഞു വിടണ്ടേ? നല്ല ശേലായി. 10 മണിക്ക് സഭ നടക്കുക. 11:30 ആവാൻ പമ്മി വരിക. ഇല്ല, കോഴിപ്പിടുത്തക്കാരൻ വരും പോലെ. എന്നുവെച്ചാൽ ആരും അറിയാതെ അവൻ പുറകെ വന്ന് പമ്മി ഇരുന്നേച്ച് ആശീർവാദത്തിന് മുന്നേ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ അവനെ കാണുന്നില്ല. നമ്മൾ എന്ത് അടി, അവൻ എടുക്കപ്പെട്ടോ? കുഞ്ഞുങ്ങളെ ദൈവാലയത്തിൽ വിടണമെന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. അവർ ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയാലും വെപ്രാളപ്പെടുകയും വേണ്ട. അകത്ത് ദൈവവചനം കയറണം. പ്രൈസ് ദി ലോർഡ്. അകത്ത് സഭയോട്, നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയോട് കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാ സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരും അംഗീകരിക്കത്തില്ലെന്ന് എനിക്കറിയാം. മിക്കവരും സഭയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. സഭയാണ്. കാരണം സ്വർഗത്തിൽ ചെല്ലുന്നത് സഭയാണ്. സ്വർഗത്തിൽ ചെല്ലുന്നത് സഭയാണ്. ഭാര്യാഭർത്തൃ ബന്ധവും മാതാപിതാക്കൾ മക്കളെന്നുള്ള ബന്ധമൊക്കെ നല്ലതാ, വലുതാ, ഇവിടം കൊണ്ട് തീരുന്നതാണ്. സഭയുടെ ബന്ധം ഇവിടം കൊണ്ട് തീരുന്നതല്ല. യുഗായുഗം. അതുകൊണ്ട് പ്രധാനം സഭയാണ്. ഒരു കാര്യം കൂടെ പറയാം. നിങ്ങള് വീട്ടിലെ കാര്യമോ പിള്ളേരുടെ കാര്യമോ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് സഭയുടെ കാര്യങ്ങൾക്ക് ചുമല് കൊടുത്തൊന്ന് നിന്നേ. പിള്ളേരെ അന്വേഷിക്കരുതെന്നോ വീട്ടിലെ കാര്യം നടത്തരുതെന്നല്ല ഈ പറഞ്ഞത്. സഭയ്ക്ക് വേണ്ടി ഒന്ന് ചുമല് കൊടുത്തു നിന്നേ. നിങ്ങളുടെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല. നിങ്ങളുടെ സന്തതി എവിടെ ആയിരുന്നാലും ഒരു കുഴപ്പവും വരികയല്ല. ഇപ്പൊ ചിലപ്പോൾ അല്പം ഉഴപ്പൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ അതെല്ലാം ദൈവം മാറ്റിത്തരും. നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സഭയാ വലുത്. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാ വാഴാറമംഗലം സഭ. നല്ല സഭയാ, അനുഗ്രഹിക്കപ്പെട്ട സഭയാ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് ആ സഭയോട് ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിനും നിന്നോണം. അങ്ങനെ നിന്നാൽ ഒരു കുഴപ്പം വരില്ല. ശൗമേല് 1 സമർപ്പിച്ചു. 2 ദൈവാലയത്തിൽ ഏലിയുടെ കൂടെ നിൽക്കുക. ശുശ്രൂഷകരുടെ കൂടെ നിൽക്കണം. ആരാ ശുശ്രൂഷകർ എന്ന് വെച്ചാൽ അവരോട് ചോദിക്കണം, പാസ്റ്റർ എന്തോ ചെയ്യണം, എന്തോ വേണം, കസേര മാറ്റണോ, അത് എടുക്കണോ? കസേര വലിച്ച് പാസ്റ്റർ താഴെ ഇടരുത്. സ്തോത്രം. പാസ്റ്റർ ഇരിക്കുമ്പോൾ കസേര അങ്ങ് വലിച്ച് പാസ്റ്റർ ഒത്തുവന്ന് അങ്ങനെ പഠിപ്പിക്കരുത്. സ്തോത്രം. സഭയുടെ എല്ലാ കാര്യത്തിനും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ചു വിടണം. പിള്ളേരുടെ സഭയിലോട്ട് ഇല്ല, അങ്ങോട്ട് ഇല്ല, നോക്ക് വിട്ടാ. നിങ്ങൾ പലരും അങ്ങനെ ചെയ്യുന്നവരാ. സ്തോത്രം. ചിലര് വെളിയിൽ നിന്നാണെങ്കിലും ഗൾഫിലും പേർച്ചയിൽ പോയി പിള്ളേർ വന്ന സഭ അറിയത്ത് പോലുമില്ല. നമ്മൾ ചോദിക്കും, മോൻ വന്നു, അവൻ കഴിഞ്ഞ ആഴ്ച വന്നേച്ച്, അയ്യോ അതെ അവനെ പോലെ ഒരാള് കല്ലിശ്ശേരി നിൽക്കുന്നത് പോലെ തോന്നി. എന്നാ അവനെ ഒരു ഇരുട്ടിയപ്പോഴാ വന്നത്. പിന്നെ ഇപ്പൊ പോയി വിളിക്കുന്നതിന് മുന്നേ അവൻ പൂലാന്തവിയുടെ ആങ്ങളെയാണോ? സഭയോട് കൂറ് പുലർത്തി നിൽക്കണം. സഭയുടെ പ്രാർത്ഥനയാ വളരെ ഫലിക്കുന്നത്. ഈ ലോകത്ത് നമുക്ക് ഈ സഭയുള്ളതാ ഏറ്റവും ബലം.
അപ്പോൾ ഒന്ന്, ദൈവസന്നിധി സമർപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. രണ്ട്, ആ കുഞ്ഞുങ്ങൾ ദൈവസഭയോട് ബന്ധപ്പെട്ട് നിൽക്കണം. അതിനുള്ള ചാലുകൾ ഒരുക്കി കൊടുക്കണം. ഞാൻ ദീർഘമാക്കുന്നില്ല, അങ്ങ് നിർത്തിയേക്കാം. 8:30 എന്നാ പിന്നെ മതി. അത് ഒത്തിരി ആയാലും കുഴപ്പമാണ്. നിങ്ങൾ താഴോട്ട് പഠിക്കുമ്പോൾ 3, ശമൂവേല് യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ള പൈതലായി വളർന്നു. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള മക്കളായിട്ട് വളരണം. കുഞ്ഞുങ്ങളെ ആ വിധത്തിൽ വളർത്തണം. മാതാപിതാക്കളെ അനുസരിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ അവരെ ശീലിപ്പിക്കണം. നമ്മൾ ചെയ്യുന്നത് കണ്ടു വേണം പിള്ളേര് വളരാൻ. അതൊക്കെ അവര് അങ്ങനെ പഴയ രീതികൾ അങ്ങനല്ലേ. സ്തോത്രം. പ്രായമുള്ള വല്യപ്പനെയും വല്യമ്മനെയും അപ്പനും അമ്മയും ശുശ്രൂഷിക്കുന്ന മക്കള് കാണും. അവരത് കാണുമ്പോൾ നമ്മൾ പ്രായമാകുമ്പോൾ അവരത് കണ്ട് നമുക്കത് ചെയ്യും. അവരത് ചെയ്യുന്നത് അവരുടെ തലമുറ, അതിന്റെ ഓർഡർ അങ്ങനെ അത് ചെയ്യിപ്പിക്കണം. ഞാൻ ദീർഘമാക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കണം. ദൈവസഭയോട് ബന്ധപ്പെട്ട് നിൽക്കണം. ആത്മീക ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ നിന്നാൽ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. വായിച്ച വാക്യത്തോട് കൂറ് പുലർത്തി 2-3 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. ആമേൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 പൗലോസ് പറയുക, കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. ഇതാരോടാ പറയുന്നത് ചോദിച്ചാൽ അതിന് മുമ്പിൽ ഒരു 6 ഗ്രൂപ്പിൽപ്പെട്ടവരോട് കാര്യങ്ങൾ പറഞ്ഞു. 5-ാം അധ്യായത്തിന്റെ 22 ഭാര്യമാരെ വിളിച്ചു, 5-ന്റെ 25 ഭർത്താക്കന്മാരെ വിളിച്ചു, 6-ന്റെ 1 മക്കളെ വിളിച്ചു, 6-ന്റെ 4 പിതാക്കന്മാരെ വിളിച്ചു, 6-ന്റെ 5 ദാസന്മാരെ വിളിച്ചു, 6-ന്റെ 9 യജമാനന്മാരെ വിളിച്ചു. എന്നിട്ട് 6-ന്റെ 10 പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും. അപ്പൊ ആദ്യം ഭാര്യ, പിന്നെ ഭർത്താവ്, പിന്നെ മക്കള്, പിന്നെ പിതാക്കന്മാർ, ദാസൻ, യജമാനൻ. 6 ഗ്രൂപ്പിൽപ്പെട്ടവരെ വിളിച്ചു. ദൈവത്തിന്റെ മഹത്വം. ഇവരോടാ പറഞ്ഞത് കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ആദ്യം ഭാര്യമാരെയാ വിളിച്ചത്. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക അത്യാവശ്യമാ. പണ്ട് പീലിക്കുഞ്ഞ് പറഞ്ഞ പോലെ ഈ കീഴടങ്ങിയില്ലെങ്കിലും അടങ്ങിയിരുന്നാ മതിയായിരുന്നു. കീഴടക്കാൻ നോക്കിയാൽ വലിയ പ്രശ്നമാണ്. പഴയ കാലം ഇപ്പൊ സംവരണം ഏർപ്പെടുത്തിയിരിക്കുക, അങ്ങനല്ലേ ജോഡി? അതെ. അതുകൊണ്ട് കീഴടങ്ങിയില്ലെങ്കിലും അടങ്ങിയിരിക്കുക. ഭർത്താവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് പോകണമെന്നുള്ളത് ആ വേദപുസ്തക പ്രമാണം. ഭർത്താവിനെ അംഗീകരിക്കാത്ത ബഹുമാനിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. ഭർത്താവ് അഭിഷേകം പ്രാപിക്കാത്ത ആളാന്നെ പിന്നെ പറയേ തീർന്നതോടെ. സ്തോത്രം. പുള്ളി അഭിഷേകം പ്രാപിച്ചില്ലേ പ്രശ്നമാണ്. പിന്നെ അതിന് പുള്ളി ചുമ്മാ എന്ന് കൈയടിക്കുക. ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കിക്കൊണ്ടാ കൈയടിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു അച്ചായനുണ്ട്. സഭായോഗം നടന്നപ്പോൾ പുള്ളി എല്ലാവരും ആത്മശക്തി എന്നപ്പോൾ പുള്ളി ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ പുള്ളിക്കാരി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി ഇങ്ങനെ ആത്മാവിൽ ആകുന്നെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ പുള്ളി, അപ്പൊ പുള്ളി ഇങ്ങനെ പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ നോക്കാം. അപ്പം യോഗം കഴിഞ്ഞ് ഞങ്ങള് അവിടെ ആയിരുന്നു ഭക്ഷണം. ഞാനും പോയി, എന്നെയും വിളിച്ചു. അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സഹോദരി, പാസ്റ്ററും ഉണ്ട്, ഞാനും ഉണ്ട്, ഇവര് കുടുംബമുണ്ട്. അപ്പം അവർ ചോദിച്ചു, എന്നാലും എൻ്റെ പാപ്പ എല്ലാവരും ആത്മാവിൽ നൃത്തം ചെയ്തപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നല്ലോ എന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ചവർ പറഞ്ഞു. അപ്പോൾ പുള്ളി നല്ല സരസനും യുക്തിക്ക് മറുപടി വരാവുന്ന ആളാണ്. പുള്ളി പറഞ്ഞു, എൻ്റെ രാജമ്മേ, ആത്മാവിന്റെ അത്യന്ത ശക്തി അങ്ങോട്ട് ഇറങ്ങിയിട്ട് എനിക്കൊരു അക്ഷരം മിണ്ടാൻ മേല. പുള്ളിയുടെ ഡയലോഗാണ്. ആത്മാവിന്റെ അത്യന്ത ശക്തി എന്റെ മൺകൂടാരത്തിൽ ഇറങ്ങിയിട്ട് എനിക്കൊരു അക്ഷരം. നിങ്ങൾക്കൊക്കെ സംസാരിക്കായിരുന്നല്ലോ. അന്നാ പോട്ടെ, കൈയടിച്ച് ബലപ്പെടാന്ന് വെച്ചിട്ട് അനങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ ആത്മാവിന്റെ എങ്ങനെയുണ്ട് പുള്ളിയുടെ ബുദ്ധി? പിന്നെ പുള്ളിക്കാരി ഒന്നും വേണ്ടിയില്ല, കുറച്ചുകൂടെ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടണം, അനുസരിക്കണം, ബഹുമാനിക്കണം. ഞാനെപ്പോഴും പ്രസംഗിക്കും പറയും, ഭർത്താവിനെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പണ്ടൊരു വീട്ടിൽ ഇരുന്നപ്പോൾ ഞാനും ഉണ്ട്, അവിടുത്തെ പാസ്റ്ററും ഉണ്ട്, വേറെ 2 സഹോദരന്മാർ. അമ്മാമെ അല്പം പിടിക്കുക, അകത്തിൽ നിന്ന് ഇറങ്ങുന്ന ബാബു എങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി. ഞാനപ്പം
വെളിയിലോട്ട് നോക്കി അവിടെ തെങ്ങിന് നടവെടുക്കുന്നവരോ പറമ്പിൽ പണിയുന്നവരോ വലിയവരും ഉണ്ടോന്ന്. അപ്പം പാസ്റ്റർ എന്നെ ഞോണ്ടി വെച്ച് പറഞ്ഞു, അച്ഛനെ വിളിച്ചാന്ന് പറഞ്ഞു. പുള്ളിയുടെ പേരാ ബാബു എന്ന്. അവര് തീർത്ത് വിളിച്ചേച്ചകത്തോട്ട് പോയത്. ബാബുവേ ഇങ്ങോട്ടൊന്ന് വന്നേന്ന്. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ അകത്തോട്ട് കയറി. ഞാൻ ബൈബിൾ എടുത്തേച്ച് പറഞ്ഞു ഞാനും പോവാന്ന് പറഞ്ഞു. അന്നേരം പാസ്റ്റർ പറഞ്ഞു കാപ്പി കിടന്ന്. ഞാൻ പറഞ്ഞു അതുകൂടെ കുടിച്ചേച്ച് പതുക്കെ വന്നാൽ മതി, ഞാൻ പോവാ. അതിനെ ഞാൻ പറഞ്ഞോട് ഈ പച്ച മരത്തോട് ഇങ്ങനാന്നേ എന്നെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട്. ഭർത്താവിനെ ബഹുമാനിക്കണം, ആദരിക്കണം, ശുശ്രൂഷിക്കണം. ചിലപ്പോൾ നിങ്ങളെക്കാൾ 2 വയസ്സ് എളുപ്പമാണെങ്കിലും പേര് വിളിക്കരുത്. അങ്ങനെയൊക്കെ കല്യാണം നടത്തിയ സ്ഥലങ്ങൾ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരുത്തൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ എന്നേക്കാളും 2 വയസ്സിന് മൂത്തതാണ്. എന്നോട് പറഞ്ഞത് ആരാണെന്നും പറയുകയല്ല. ജോലി കിട്ടാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് എല്ലാം അയക്കണമല്ലോ. അന്നേരം അവൻ നോക്കി. ശല്യം ഒരു പിണക്കമൊന്നുമില്ല കേട്ടോ, വളരെ ധാരണയില്ല. എന്നോട് പറഞ്ഞു 2 വയസ്സിന് മൂത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ മൂത്തതാണെങ്കിലും പേര് വിളിക്കരുത്. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. നിങ്ങളുടെ ചിലരുടെ മുഖത്തിനൊരു മ്ലാനത പോലെ കാണുന്നത് കൊണ്ട് ഈ ശുശ്രൂഷകരെ അലോഗ്യം ഉണ്ടാക്കി നിർത്തുന്നില്ല. ഭർത്താവിനെ ബഹുമാനിക്കണം, ആദരിക്കണം, ശുശ്രൂഷിക്കണം. ഇനി ഭർത്താക്കന്മാർക്ക് നിർദ്ദേശം 25-ാം വാക്യം വായിച്ചാട്ടെ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പി. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. നമ്മുടെ ക്വാളിറ്റി ഒന്നും നോക്കിയിട്ടല്ല സ്നേഹിച്ചത്. അപാകതകളും ന്യൂനതകളും പോരായ്മകളും കുറവുകളൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ട്. അതെല്ലാം ക്ഷമിച്ച യേശു നമ്മെ സ്നേഹിച്ചത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ സ്നേഹവും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ചിലപ്പോ ചെയ്തു തന്നില്ലെന്ന് വരാം. ഷർട്ട് തേച്ചപ്പോ ചിലപ്പം കോളർ തേച്ചത് ഒത്തില്ലെന്ന് വരാം. കൈയുടെ അവിടവും ചിലപ്പോ ഒത്തില്ലെന്ന് വരാം. സ്തോത്രം. ചിലപ്പം കഴുകി മഴയുടെ സമയമാണ്, ചിലപ്പം ബനിയനോ പാൻറ്റോ തേച്ച് തന്നപ്പോ ചിലപ്പം നനഞ്ഞിരിക്കുകയായിരിക്കും. അതിന്റെ അറ്റം പിടിച്ച ചൊറ്റി അടി കൊടുക്കരുത്. എന്നെ എല്ലാവർക്കും ഒരു സ്തോത്രം. അലോഗ്യം ഉണ്ടാക്കരുത്. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് വന്നില്ലെങ്കിലും ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മളത് ക്ഷമിച്ച് സഹിച്ച് പുറത്ത് മനസ്സിലാക്കി വേണം ഇടപെടാൻ. അതാ വേദപുസ്തകത്തിലെ പ്രമാണം. സ്തോത്രം. ഭാര്യയും ഭർത്താവും കൂടെ പണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതാ. ജോസഫച്ചാനൊക്കെ അറിയാം, അലോഗ്യം ഉണ്ടാക്കി. കുട്ടനാട്ടിലാണ് അദ്ദേഹം കണ്ടത്തിലെ പണി കഴിഞ്ഞ് വളരെ ബന്ധപ്പെട്ട ഇങ്ങോട്ട് കയറി വന്നപ്പം തടയുന്ന ചോറെടുത്ത് വിളമ്പി അങ്ങോട്ട് കൊടുത്തു. പുള്ളി കൈയിട്ടപ്പം അങ്ങ് ചൂട്. എന്ത് പാടി ചൂട് ചോറ്, അനിച്ചോറെടുത്ത് അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു മീനച്ചൂടാന്ന് പറഞ്ഞു. മീനമാസത്തിലല്ലേ, അങ്ങ് മീനച്ചൂടാ വേണേ കഴിക്കാൻ പറഞ്ഞു. ഉടനെ അയാളെ ഒട്ടും അമാന്തിച്ചില്ല. വെള്ളവും മൊന്തയിരിക്കായിരുന്നു, എടുത്ത് അവരുടെ ദേഹത്തോട്ട് ഒഴിച്ചു. മീനെ മാത്രമല്ലടി തുലാമഴയുണ്ടെന്ന്. ഒരു മന്ത വെള്ളം ഇരിക്കുക അവരുടെ മോന്തയിലോട്ട്. മീനമാസം മാത്രമല്ല തുലാമഴയുണ്ടെന്ന് പറഞ്ഞ് മോന്തയും വെള്ളം അവരുടെ മോന്തയ്ക്ക്. അവരും ഒട്ട് വിട്ടുകൊടുത്തില്ല. അവരകത്ത് ചെന്ന് തീക്കൊള്ളി എടുത്ത് ഒറ്റ കൂത്ത്. മഴ മാത്രമല്ല കൊള്ളിയാണ് ഇവിടെ വന്ന് പറഞ്ഞു. തീക്കൊള്ളി എടുത്ത് തലാമഴയ്ക്ക് മഴ മാത്രമല്ല കൊള്ളിയാണ് തീ എടുത്തു അവിടെ ദേഹത്തല്ല. അയാളും വിട്ടില്ല. അയാൾ പറഞ്ഞു ഇടി മിന്നല് മാത്രം ഇടിയുണ്ടെന്ന്, നല്ല ഇടി. കുടിച്ചു നിർത്തി. എങ്ങനെ ജീവിക്കും? അല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അപാകതകളും ന്യൂനതകളും ഒക്കെ ഉണ്ട്. നമ്മൾ പൂർണ്ണരായതുകൊണ്ടല്ല നമ്മളെ സ്നേഹിച്ചത്, നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല നമ്മളെ സ്നേഹിച്ചത്. അപാകതകളും ന്യൂനതകളും പോരായ്മകളും ഇരിക്കുമ്പോൾ കാൽവറിയിലെ സ്നേഹം നമ്മെ തേടിയെത്തിയത്. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ യേശു നമ്മെ സ്നേഹിച്ചു. അടമരായി വന്നീനറിവോ ആയിരം നാമുണ്ട് നാലും
ഞാനിതു ചൊൽവതിനാമോ ഏതു മരംശം ഉരച്ചിടുവാൻ പരിതിലാർക്കെഴുതോ ഏതു മരംശം ഉരച്ചിടുവാൻ പരിതിലാർക്കെഴുതോ സ്നേഹമിതാൽച്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ഷോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ ഷോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. അപ്പൊ നമ്മുടെ യോഗ്യത നോക്കിയല്ല, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചത്. അപ്പോൾ ഭർത്താവ് അങ്ങനെ ആയിരിക്കണമെന്നാ പൗലോസ് കർക്കശ ഉപദേശം തന്നിരിക്കുന്നത്. ദൈവത്തിന് അലോഗ്യമൊന്നും ഉണ്ടാക്കരുത്, വഴക്കൊന്നും ഉണ്ടാക്കരുത്. ചില വീട്ടിലെ ഈ പിടിവാശിക്കാരുണ്ട്, അവര് പിടിക്കുന്നുണ്ടോ കൊണ്ട് അവര് അത് കുഞ്ഞുങ്ങൾ കണ്ട് വളരരുത്. നമ്മളങ്ങ് ക്ഷമിച്ചേക്കണം. ചിലപ്പോ തോറ്റെന്ന് പറയും, മണ്ടനാന്ന് പറയും, മണ്ടിയാന്ന് പറയും, പേടിച്ചെന്ന് പറയും. അതങ്ങനെ ഇരുന്നോട്ടെ, പിടിവാശി പാടില്ല. നിങ്ങള് ഒരു സംഭവം കേട്ടിട്ടുണ്ട്, കഥയല്ല നടന്നതാന്നാ പറയുന്നത്. ഭാര്യയും ഭർത്താവും കൂടെ വള്ളത്തെ പോവുക. കുട്ടനാട്ടുകാരനായതുകൊണ്ട് അങ്ങനെയുള്ള കഥകളൊക്കെ കൂടെ വരുന്നത്. ഭാര്യ കിഴക്കനാട്ടുകാരിയാ, കുട്ടനാട്ടിൽ വലിയ പരിചയമില്ല. അപ്പൊ കായൽ കൃഷി ചെയ്യുന്ന കായലിലോട്ട് ഒരു വള്ളത്തെ പോവുക. ഭർത്താവ് പുറകിൽ അമരത്തിരിക്കുന്നു, ഭാര്യ ഒരു പടിക്ക് അപ്പുറം ഇരിക്കുന്നു. വള്ളത്തെ തുഴഞ്ഞങ്ങോട്ട് പോവുക. ഇവരാദ്യമായിട്ട് കിഴക്കനാട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യ സമയമാണ്. അപ്പം വള്ളം ഇങ്ങനെ തുഴഞ്ഞ് പോയപ്പം നെൽക്കതിര് ആറ്റിക്കൂടെ ഒഴുകി വരുന്നു. അപ്പൊ ഉടനെ പുള്ളിക്കാരിക്ക് കുട്ടനാട്ടിലെ ശീലം അറിയത്തില്ലല്ലോ. പിന്നെ പുള്ളിക്കാരി പറഞ്ഞു, അച്ഛാ ഇയോട് കത്രികയ്ക്ക് വെട്ടിയതാണല്ലോ ഇത്. പിന്നെ പുള്ളി പുറകിരുന്ന് പറഞ്ഞ്, കത്രികയ്ക്കല്ലടി കൊയ്ത്തരുവാളിന് കണ്ടിച്ചതാണെന്ന് പറഞ്ഞു. അവര് സമ്മതിക്കുകയല്ല, പിടിവാശിക്കാരിയാ. ആര് പറഞ്ഞു കത്രികയ്ക്ക് കണ്ടിച്ചത്? അതിന്റെ ആ വെട്ട് കാണുമ്പോൾ അറിയാം കത്രികയ്ക്ക്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, അല്ലടി മൂർച്ചയുള്ള കൊയ്ത്തരുവാളിന് കണ്ടിച്ച. തർക്കമായി. ഈ തള്ള എന്ത് ചെയ്ത് അംഗീകരിക്കുകയല്ല. അയാൾക്കും അത്ര ക്ഷമയൊന്നുമുള്ള അയാളെ തോഴ എടുത്തൊരു കുത്തുകുത്തി. നിന്നോണ്ടല്ലേ പറഞ്ഞു കൊയ്ത്തിരുവള്ളാന്ന്. അവര് പൊത്തോന്ന് വെള്ളത്തിൽ പോയി. കിഴക്കനാട്ടുകാരിയാ, വെള്ളത്തിൽ പരിചയമില്ല. പൊത്തോന്ന് വെള്ളത്തിൽ അങ്ങോട്ട് വീണ പറഞ്ഞ കത്രിക്കാന്ന് പറഞ്ഞാ മുങ്ങിയത്. പിടിവാശി. പൊങ്ങി വന്നപ്പം അവര് പറഞ്ഞ കത്രിക. ഉടനെ പിന്നെ എന്താണ് വാശി കണ്ടോ? എന്നാ വല്ല ജാതി വള്ളത്തെ കയറുവോ കരക്കടിച്ചോ എൻ്റെ അച്ഛൻ എന്നെ രക്ഷിക്കണമെന്നല്ല പറഞ്ഞു. അന്നേരം വരെ കത്രികയ്ക്കാന്ന്. രണ്ടാം വട്ടം പിന്നെയും പൊങ്ങി. വെള്ളത്തിൽ പോയ 3 പ്രാവശ്യം മുങ്ങി പൊങ്ങി വന്ന പിന്നെ താഴെ വന്ന 2ാം പ്രാവശ്യം മുങ്ങിയപ്പോൾ അവർക്ക് വയ്യ, വെള്ളം കുടിച്ചു. കത്രികയ്ക്കാന്ന് പറഞ്ഞു ചങ്ങ് താന്ന്. വാശി വിടുന്നില്ല. 3ാമത്തെ പ്രാവശ്യം പൊങ്ങി വന്നപ്പം മിണ്ടാൻ പറ്റില്ല, ഇങ്ങനെ കാണിച്ച ചങ്ങ് താന്ന്. മനസ്സിലായോ? ഇങ്ങനെ കാണിച്ച ചങ്ങ്. എന്നിട്ട് വാശി വിടില്ല. കത്രികയ്ക്കാന്നായി കാണിക്കുന്നത്. പിടിവാശി കൊണ്ട് ജീവിതം ധന്യമാകുകയല്ല. ക്ഷമിക്കണം. നമ്മൾ തോറ്റെന്ന് പറയും, മണ്ടിയാണെന്ന് പറയും, മണ്ടനാന്ന് പറയും, പേടിച്ചെന്ന് പറയും. അങ്ങനെ ഇരിക്കട്ടെ, പക്ഷെ ദൈവം നിന്റെ കൂടെ കാണും. പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ഞാൻ ദീർഘമാക്കുന്നില്ല. മക്കളോട് പറയുക. അടുത്തത് മക്കളോടാ ഉപദേശം. മക്കളെ വായിച്ചേ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിപ്പിൻ, അത് ന്യായമല്ലോ. അടുത്തത്, നിനക്ക് നന്മയുണ്ടാകാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ആശ്വാസഭവനെ കൊണ്ടിടണമെന്നല്ല, മുണ്ടകപ്പാടത്തിടണമെന്നും അല്ല, നേഴ്സിംഗ് ഹോമിൽ കൊണ്ടാക്കണമെന്നും അല്ല. അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. മാതാപിതാക്കൾ ചിലപ്പോൾ 10 മക്കൾ കാണും, പക്ഷെ നീ ചെയ്യേണ്ട കാര്യം നീ തന്നെ ചെയ്യണം. ചേട്ടൻ കാണും, അനിയൻ കാണും, മൂത്തവൻ കാണും, നടുവത്തവൻ കാണും, ഇളയത്തവൻ കാണും, ഒക്കെ കാണും. ഗൾഫുകാരൻ കാണും, അമേരിക്കക്കാരൻ കാണും, നാടൻ കാണും, ലണ്ടൻ കാണും, എത്രയൊക്കെ. പക്ഷെ നീ ചെയ്യേണ്ട കാര്യം നീ തന്നെ ചെയ്യണം. ചില വീട്ടിൽ മാതാപിതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തള്ളുന്ന വീടുകളുണ്ട്. ബന്ധുക്കോസുകാരുടെ വീട്ടിൽ. ബന്ധുക്കോസുകാരുടെ ചരിത്രം അധികം പറയാം. സ്തോത്രം. ആത്മാവിലാകുന്ന പെണ്ണമ്മയാ പറഞ്ഞത്, എന്തിനാ നിന്നെ എപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അങ്ങോട്ടങ്ങനെ കൊണ്ടുപോകും. സഭയെ വന്നിരുന്നോ? എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ.
നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. നിനക്ക് നന്മയുണ്ടാകുവാനും ഈ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. പ്രായമുള്ള അമ്മ വീട്ടിലുണ്ട്, അമ്മയുടെ തുണിയൊക്കെ കഴുകി കൊടുക്കണം. ഞാനെപ്പോഴും പറയും, കൊച്ചു പെമ്പിള്ളാരുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചൂടുവെള്ളം കുളിക്കാൻ വെട്ടിത്തിളപ്പിച്ച് 140°C തിളപ്പിച്ച് അമ്മച്ചി ഒന്ന് കുളിപ്പിക്കാൻ വരിക. അപ്പാ അമ്മച്ചി എന്ന് പറഞ്ഞു വെള്ളം തളതളാന്ന് തിളക്കുക. അമ്മ അങ്ങനെ കുളിപ്പിക്കണ്ട. വെള്ളം കാഞ്ഞോന്ന് കൈയിട്ട് നോക്കുമ്പോൾ അറിയാം. അങ്ങനെയൊക്കെയാ പഴയ ആൾക്കാർ. അതാ മോളെ കൊണ്ടോ അല്ലെ മരുമകളോ മോളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ബാത്റൂമിലോട്ട് വെച്ച് കൊടുക്കണം. തള്ള ഇതിലാണ്ട് എടുത്തോണ്ട് ഉരുണ്ട് വീണ എന്നാ ഈ പ്രായമുള്ളവരുടെ കൈ ഒന്നും വഴങ്ങി കിട്ടുകയില്ല. അപ്പൊ അവർക്ക് ദേഹത്തൊക്കെ നൊരയ്ക്കുന്നത് പോലെ തോന്നും. തുള്ളനഴഞ്ഞ് നടക്കുമെന്നല്ലേ, അങ്ങനെ തോന്നും. അപ്പൊ തോന്നുമ്പോ അവരുടെ പുറവും ദേഹവും ഒക്കെ തേച്ച് കൊടുക്കാൻ അമ്മയാണെങ്കിൽ മരുമക്കളോ കൊച്ചു പെമ്പിള്ളാരെ അങ്ങോട്ട് വിടണം. ഇഞ്ചയോ അല്ലെ നല്ല വാഴയില ചെറുതായിട്ട് കീറി കൈ കൊണ്ട് തിരുമി മയം വരും. തൊണ്ടിട്ട് തേക്കരുത്. പ്ലസ് ഇന്നലെ പൊതിച്ച പച്ചത്തേങ്ങയുടെ തൊണ്ട് പപ്പാതി മുറിച്ചോണ്ട് അമ്മച്ചിയാ നമുക്കൊന്ന് തേക്കണം. ഒത്തിരി നാൾ കൊണ്ട് അമ്മച്ചി ഒന്ന് തേക്കണമെന്ന് ഓർത്തിരിക്കുക. തള്ളയെ കൊണിച്ച് നിർത്തിച്ച് ഒരു 7 തൊലിയും കൂടെ ഇറങ്ങി തള്ള ഇങ്ങനെ നീറി നിൽക്കുക. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഇന്നലല്ലേ ഒരു തള്ള ഉരുട്ടിയിട്ടത്. നിങ്ങൾ പിന്നെ ഞങ്ങൾ ആരും എല്ലാവരും ഗബ്രിയലാന്നും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കക്ഷികളുണ്ടെന്ന് നിങ്ങളുടെ പിന്നെ ആരും വീഡിയോ എടുക്കാഞ്ഞോണ്ടാണ്. വീഡിയോ എടുത്തോ? എടുത്തെങ്കിൽ ആരും കാണിക്കാതിരിക്കുക, അത്ര തന്നെ. അല്ല പിന്നെ സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുവെച്ച് മറുഭാഷ പറഞ്ഞാൽ മതി. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുവെച്ച് നീ പ്രാർത്ഥിച്ചാൽ മതി. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുവെച്ച് നീ ആത്മാവിൽ നിറഞ്ഞാൽ മതി. വരുന്ന പാസ്റ്റർമാര് പറഞ്ഞു ഒരിക്കൽ കൂടെ ശക്തിയോടെ പോരാ, അവന് വേറെ സൂക്കേടാ. ഇവിടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണ്ടേ? അങ്ങനല്ലേ പുസ്തകത്തിലെ പ്രമാണം. നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സോടിരിപ്പാൻ അപ്പനെയും അമ്മയും. ഒരു കാര്യം ദൈവമക്കളോട് ഉറപ്പിച്ച് നടപ്പിച്ച് പറയാ, നീ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചാൽ ആദരിച്ചാൽ നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല. നിന്റെ സന്തതി പോകുന്നിടത്തും അനുഗ്രഹമായിരിക്കും. നന്മയുടെ വഴികളെ ദൈവം തുറക്കും. ഒരു നന്മയ്ക്കും നിനക്ക് ദോഷം വരികയല്ല. യഹോവ ദേശത്തിന്റെ നന്മ കൊണ്ട് നിന്നെ പ്രൈസ് ദി ലോർഡ്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. മക്കൾക്കുള്ള ഉപദേശമാണ്. ഇപ്പൊ ഈ കൊച്ചു പെമ്പിള്ളാരെയൊക്കെ ഇത് പഠിപ്പിക്കണം. ഇവര് കുഴപ്പക്കാരാണല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കണം. പണ്ട് ഞാൻ എപ്പോഴും പറയാം, പ്രായമുള്ളപ്പം പണ്ട് തിണ്ണയിലിരുന്ന പെട്ടെന്ന് ഇതിലേക്കൂടെ ഇറങ്ങി പോകുകയല്ലേ പെമ്പിള്ളേര്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അഥവാ പെമ്പിള്ളേർ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പം ചാൻ അവിടെ ഇരിക്കുന്ന അപ്പുറം കൂടെ പോകാൻ പറയും. ഇതിലേ പോകുന്നതായി എളുപ്പം, എന്നാലും വിടുകയല്ല. പഴയ അമ്മ ചാൻ അവിടെ ഇരിപ്പുണ്ട്, അപ്പുറം കൂടെ പോകാൻ അല്ലേ? ഇപ്പോഴെങ്ങാനും ചാൻ അവിടെ ഇരുന്നാലോ ഒറ്റ അടിക്കുന്നതിനെ കനാലി കളയും. കാരണം അവക്ക് ഇങ്ങനെ കോളെല്ലാം വന്നോണ്ടിരിക്കുക. നീ അന്നേരം കിച്ചാനാന്നും പറഞ്ഞെടുന്ന അടിച്ച് നിന്നെ കനാലി കളയും. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ ആ ചാർത്തന്നെ തങ്ങനെ പോയി പാത്തിരുന്നോണം. വല്ലാത്ത കാലം. പണ്ട് കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് അനുഭവം പറയാം. വഴിയില്ല, നമ്മുടെ വഴിയുടെ സൈഡ് ആ വീടെങ്കിലും വഴി കൂടെ ഒരു പുരുഷൻ പോയാൽ സ്ത്രീകൾ വാതൊക്കെ ഇരിക്കത്തില്ല. അഥവാ ഉച്ച കഴിഞ്ഞ് ജോലിയൊക്കെ ഒതുക്കി തല നോക്കാനോ വർത്താനം പറഞ്ഞിരിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ പുരുഷന്മാർ അതിന്റെ പുരുഷന്മാർ വരുന്ന എഴുന്നേക്കാൻ പറയും. എഴുന്നേറ്റ് അങ്ങ് മാറും. ഇന്ന് പുരുഷൻ പേടിച്ചെടുക്കും. അവിടെ ഒരു അമ്മാമ്മ ഇരിക്കും, നമുക്ക് ഇതിലെ നമുക്ക് കുളത്തിൽ ചാടി അപ്പുറം കൂടെ നീന്തി കയറിയാലും തിരക്കേടില്ല. അമ്മാമ്മയുടെ വീട്ടിൽ എങ്ങും ചെന്ന് കാലമാണ്. ദൈവമക്കൾ ഇതിന് അങ്ങനല്ല. ദൈവമക്കൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം. ഇതെല്ലാം പഠിപ്പിച്ച് മിടുക്കരാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളല്ല ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ വെളുപ്പിനെ 4 മണിക്കല്ലേ 5 മണിക്ക്, 4 വേണ്ട 5 ആയിക്കോട്ടെ, എഴുന്നേറ്റ് അവർക്ക് ഒരു കട്ടം കൊണ്ട് കൊടുക്കണം. കുടിക്കുന്നവരാണെങ്കിൽ പഞ്ചാരയൊക്കെ അവരുടെ കയ്യിലുണ്ട്, പിന്നെ വിൽക്കാനുമുണ്ട്. കട്ടം കൊണ്ട് കൊടുക്കണ്ടേ? ചൂട് കാപ്പി മിണ്ടുന്നില്ലല്ലോ ആരും. നിങ്ങൾ കൊടുക്കുകയാലും നല്ല പറഞ്ഞത് ഇതൊക്കെ ചെയ്യണം. പ്രായമുള്ളവർക്ക് വെളുപ്പിനെ എഴുന്നേറ്റുമ്പോൾ തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ടും കഫത്തിന്റെ ശല്യമോ അല്ലെ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടോ അതൊക്കെ നമ്മൾ കർത്താവ് വരാൻ താമസിച്ചാൽ ആയുസ്സും ആരോഗ്യം തന്നാൽ നമ്മൾ ഈ മേഖലയിൽ കൂടെ പോകേണ്ടതാണ്. ഇതൊക്കെ മനസ്സിലാക്കി വേണം ചെയ്യാൻ. അല്ല നീ എപ്പോഴും ഇങ്ങനെ ചുണ്ടലിരിക്കുമ്പോൾ ഇരിക്കുകയല്ല. കർത്താവ് വരാൻ താമസിച്ചാൽ ആയുസ്സും ആരോഗ്യവും ദൈവം തന്നാൽ നമ്മൾ ഈ മേഖലയിൽ കൂടെ പോകേണ്ടവരാണ്.
അപ്പൊ പ്രായമുള്ളവർ വെളുപ്പിനെ എഴുന്നേക്കുമ്പം എഴുന്നേക്കുന്ന നോക്കി എഴുന്നേറ്റ് കൊണ്ട് കൊടുത്തേ, അവരത് കുടിച്ചു കഴിയുമ്പോൾ ഒരു ദീർഘശ്വാസവും വിട്ടൊരു സ്തോത്രം പറഞ്ഞാൽ നിനക്കും നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. ഇത് ചെയ്ത ഒരു പ്രവാചകന്റെ പോവുകയും വേണ്ട. ഇത് ചെയ്യാതെ പറയാ, അമ്മാമ്മ പുല്ലാട്ടൊരു പ്രവാചകനുണ്ട്, അമ്മാമ്മ വരുന്നു, വിട്ടുതല. അമ്മ പുല്ലാട്ട് പോയിട്ട് കേൾക്കുന്നില്ല. പുനലൂർ ഒരാളുണ്ടെന്നാ ആ വണ്ടിക്കൂലി വേണ്ടായിരുന്നല്ലോ, ഒരു കട്ടനിട്ട് കൊടുത്തിരുന്നെങ്കിൽ വേണോ? അത്രയും വണ്ടിക്കൂലി വേണ്ടല്ലോ. ഇച്ചിരി കട്ടൻ പഞ്ചസാര അവരുടെ കയ്യിലുമുണ്ട്, പിന്നെ ഇച്ചിരി ചൂടുവെള്ളം കാപ്പിപ്പൊടിയുടെ ഇത് കൊടുക്കാതെ കൊണ്ട് വെളുപ്പിനെ 5-ന്റെ വണ്ടിക്ക് പുനലൂര് പോവുക. അവിടെ വിടുതലുണ്ടെന്ന്. എവിടെ? മതി, ഗുണമാകാനാണ് ഇതൊക്കെ പോരെ പാസ്റ്റേ. ഇത് അത്യാവശ്യമായി ദൈവത്തിന് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. സ്തോത്രം, ഇത് മതി. അത് മതി, ഇതൊക്കെ മതി. ഗുണമാകാനാണ് ഇത് മതി. ഒടുവിൽ അമ്മാമ്മ വാച്ച് നോക്കുന്നത്, അമ്മാമ്മയ്ക്ക് എപ്പോഴാ പോണ്ടേ? ഇപ്പം നടത്താം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആത്മാവിൽ ബലപ്പെടണം. മക്കളെല്ലാം കർത്താവിന്റെ ആത്മാവിൽ നിറയണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ മാതാപിതാക്കൾ നന്നായി പ്രാർത്ഥിക്കണം. അവർക്ക് ഉപദേശം പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ ബലപ്പെടുന്നവരായിരിക്കണം. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിതീഷിന് ദൈവം കൊടുത്ത കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാവിൽ ബലപ്പെടുന്ന കുഞ്ഞാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവീൻ. ആത്മാവിശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ. ഓ ആത്മദായക നീ കൈയടിച്ച് ചേർന്ന് എന്നിൽ ആത്മദാനങ്ങൾ കരണമേ. എല്ലാം അങ്ങ് ത്വത്തിനായല്ല അങ്ങ് പുകഴ്ചയ്ക്കുമായി ഓ തിരുനാമമുയർന്നിടേ തീർന്നീ. ഓ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങ്. ഓ വക്രത നിറഞ്ഞ പാപ ലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം. വക്രത നിറഞ്ഞ പാപ ലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച ജനം. നിന്റെ പൊന്നു നാമമഹത്വത്തിൽ ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നു നാമ ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിൽ അവയെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടണമേ പ്രിയൻ. ഓ തിരുനാമം ആമേ തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഈ വാത്സല്യ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ വിശേഷിച്ച് നിതീഷിനെയും സഹധർമ്മിണിയെയും അവകാശമായി കൊടുത്ത പൈതലിനെയും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോലുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൈതലിന്റെ മേൽ വലിയ അനുഗ്രഹമുണ്ടാകട്ടെ. യഹോവയുടെ ദോഷവും തട്ടാതെ വണ്ണം നിങ്ങളെ പരിപാലിക്കും. അവൻ പ്രാണനെ പരിപാലിക്കും. യഹോവയുടെ ദോഷവും തട്ടാതെ പരിപാലിക്കുന്ന ദൈവം എല്ലാവരുമാകുന്ന ആശീർവാദങ്ങളും നന്മ ഈ കുടുംബത്തിന്റെ മേലും പൈതലിന്റെ മേലും കുടുംബാംഗങ്ങളുടെ മേലും പകരട്ടെ എന്ന് ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും ആശീർവദിച്ചും എനിക്ക് സമയം അനുവദിച്ചാൽ ബഹുമാന്യ കർത്തദാസനും ഭവനത്തിലുള്ളവർക്ക് നന്ദി ചൊല്ലി വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക്